ഞാനിപ്പം ആദ്യം ഈ വെള്ളം ഞങ്ങൾ താമസം തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് വെള്ളം മോശമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫിൽറ്റർ നമ്മൾ ഒരു പോപ്പുലായിട്ടുള്ള കമ്പനിയുടെ ഫിൽറ്ററാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. അവരത് നമുക്ക് റെക്കമെൻഡ് ചെയ്തത് സെഗ്മെന്റ് ഫിൽറ്ററാണ് അന്ന് റെക്കമെൻഡ് ചെയ്തത്. അതൊരു പേപ്പർ ഫിൽറ്ററാണ്. അവർ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിന് ശേഷം നമുക്ക് വെള്ളം ക്ലിയർ ആയില്ല. അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ നമുക്ക് പ്രയോജനം ഉണ്ടായില്ല. അതിനുശേഷം അത് ബാക്കിപ്പാടെ വെച്ചിട്ട് ഇപ്പം വേറൊരു നല്ലൊരു കമ്പനിയുടെ തന്നെ, അതായത് കേരളത്തിലെ തന്നെ നല്ലൊരു കമ്പനിയുടെ തന്നെ വേറൊരു ഫിൽറ്റർ നമ്മൾ വെച്ചു. അത് വോൾഫ് ഹൗസ് സെഗ്മെന്റ് ഫിൽറ്റർ, ഇപ്പം വെസലായിട്ട് വരുന്ന ഫിൽറ്ററാണ്. അപ്പം അതിലും പറഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം നമുക്ക് വെള്ളം ക്ലിയർ ആയിട്ട് കിട്ടി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ മോശം വെള്ളം കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളം ക്ലിയർ അല്ലാണ്ടായി. അത് നമ്മൾ വെച്ചത് ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെയായിരുന്നു. ബാക്ക് വാഷും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ എങ്കിലും വെള്ളം ക്ലിയർ ആയില്ല. അതിന് ശേഷമാണ് എന്നെ ശരത്തിനെ കോൺടാക്ട് ചെയ്യണേ. അപ്പം അതിൽ ഇപ്പോൾ നമ്മളിപ്പം ആദ്യം നമ്മളൊരു ആലവും അതുപോലെ തന്നെ ക്ലോറിനും ആഡ് ചെയ്ത് വെള്ളം അതിൻ്റെ അകത്തെ മോശം കണ്ടന്റ് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ടർബിഡിറ്റി, അതുപോലെ അയണ്, പിന്നെ pH എല്ലാം ബാലൻസ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമ്മുടെ മെയിൻ ടാങ്കിലേക്ക്. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ? ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വെള്ളം ക്ലിയർ ആയിട്ട് തന്നെ വരുന്നത്, വേറെ വിഷയങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നും. ഓക്കെ.